അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സ്വർഗമാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ശരിക്കും ഖുർആന് സ്വർഗത്തെ ലക്ഷ്യമായിട്ടാണോ പറയുന്നത്? അല്ലല്ലോ. ഖുർആനിൻ്റെ പ്രയോഗം അനുസരിച്ച് സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ജസാ, അജ്ർ എന്ന പ്രയോഗങ്ങളാണ്. അതായത് സമ്മാനമാണ്, പ്രതിഫലമാണ്. അതായത് എപ്പോഴാണ് നമുക്ക് സമ്മാനം കിട്ടുക? നമ്മളൊരു ലക്ഷ്യം കൈവരിക്കുമ്പോൾ, ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിനാണ് സമ്മാനം കിട്ടുക. അപ്പോൾ ശരിക്കും ലക്ഷ്യം എന്ന് പറയുന്നത് അത് ഈ ദുനിയാവിൽ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിനുള്ള പ്രതിഫലമാണ് ശരിക്കും സ്വർഗ്ഗം എന്ന് പറയുന്നത്. ഈ ദുനിയാവിൽ തന്നെ വിശ്വാസികൾക്ക് ലക്ഷ്യമുണ്ട്. അത് വ്യക്തിപരമായ ലക്ഷ്യങ്ങളുണ്ട്, സംഘടിതമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ ഇപ്പോൾ സാധാരണ നമുക്കറിയാലോ. അപ്പോൾ ഒരു ഓട്ട മത്സരം നടത്തുമ്പോൾ ഒരു 100 മീറ്റർ ഓട്ടമാണ്. അതിൽ മത്സരിക്കുന്ന ഒരു മത്സരാർത്ഥിയുടെ ലക്ഷ്യം എന്താണ്? ഫിനിഷിംഗ് പോയിൻറ്റിൽ ആദ്യം എത്തുക എന്നുള്ളതാണ്. ആ ആദ്യം എത്തുമ്പോൾ അയാൾക്ക് ലഭിക്കുന്നതാണ് സമ്മാനം എന്ന് പറയുന്നത്. ഇതുപോലെയാണ് സ്വർഗ്ഗം എന്ന് പറയുന്നത്. പടച്ചോൻ ഈ ദുനിയാവിൽ നമ്മളുടെ ഒരു പരീക്ഷണത്തിലാണ്. നമുക്ക് ചില ലക്ഷ്യങ്ങൾ ഇവിടെ നിർണ്ണയിച്ചു തന്നിട്ടുണ്ട്, വ്യക്തിപരവും സാമൂഹികപരവുമായ ലക്ഷ്യങ്ങൾ. അത് നേടിയെടുത്തോ ഇല്ലേ എന്നതല്ല, മറിച്ച് അതിനുവേണ്ടി നമ്മൾ എത്ര പരിശ്രമിച്ചു, എത്ര ഇൻവെസ്റ്റ് ചെയ്തു, എത്ര അധ്വാനിച്ചു എന്നുള്ളത് അള്ളാഹു പരിശോധിക്കുകയാണ്. അതിനുള്ള പ്രതിഫലമാണ് ശരിക്ക് സ്വർഗ്ഗമെന്ന് പറയുന്നത്. ആ ദുനിയാവിലെ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ നമ്മൾ ആർജിക്കേണ്ട ചില ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളുടെ പരിശീലനം കൂടിയാണ് നോമ്പെന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സബർ. ആ സബർ കൈവരിക്കുമ്പോഴാണ് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോഴുള്ള ചലഞ്ചസുകളെ, അതിൻ്റെ പ്രതിബന്ധങ്ങളെ നമുക്ക് മറികടന്നുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ കഴിയുള്ളൂ. അതിന് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള മഹാസമ്മാനമാണ് സ്വർഗ്ഗമെന്ന് പറയുന്നത്.